ദ ഡൽഹി സുൽത്താൻസ്. ആദ്യമായി ഡൽഹി തലസ്ഥാനമാക്കുന്നത് തോമാര രാജ്പുട്സ് ആയിരുന്നു. ഇവർ 12-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അജ്മീറിലെ ചൗഹാന്മാരോട് പരാജയപ്പെട്ടു. തോമാരാസിൻ്റെയും ചൗഹാന്മാരുടെയും കീഴിൽ ഡൽഹി പ്രധാനപ്പെട്ടൊരു വാണിജ്യ കേന്ദ്രമായി മാറി. സമ്പന്നരായ നിരവധി ജൈന വ്യാപാരികൾ ഈ നഗരത്തിൽ താമസിക്കുകയും നിരവധി ക്ഷേത്രങ്ങൾ പണികഴിപ്പിക്കുകയും ചെയ്തു. ഡൽഹി വാൾ എന്ന പേരിൽ നാണയം നിർമ്മിക്കുകയും കച്ചവടത്തിനായി അവ വൻതോതിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഡൽഹി സുൽത്താനേറ്റിന് അടിത്തറ പാകിക്കൊണ്ട് ഡൽഹിയെ തലസ്ഥാനമാക്കി ഉപഭൂഖണ്ഡത്തിൻ്റെ വിശാലമായ പ്രദേശങ്ങളെ നിയന്ത്രണത്തിലാക്കി ഭരണം ആരംഭിച്ചു. 5 രാജവംശങ്ങൾ ചേർന്നാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. 1 ആദ്യകാല തുർക്കി ഭരണാധികാരികൾ, 2 ഖാൽജി രാജവംശം, 3 തുഗ്ലക് രാജവംശം, 4 സയ്യിദ് രാജവംശം, 5 ലോധി രാജവംശം. ഡൽഹി ഭരണാധികാരികളെ അവരുടെ കാലഘട്ടം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, ആദ്യം രാജ്പുട്ട് ഡൈനാസ്റ്റി നോക്കുകയാണെങ്കിൽ ഡൽഹി ഭരിച്ചിരുന്ന ഭരണാധികാരികളിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ കാലഘട്ടമാണ് ഇനി പറയുന്നത്. ആദ്യം രജപുത്ര ഡൈനാസ്റ്റി നോക്കുകയാണെങ്കിൽ അതിൽ തോമാരാസ് അനങ്കപാല, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 12-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളായിരുന്നു. 1165 കാലഘട്ടത്തിലാണ് തോമാരാസ് ഡൽഹി ഭരിച്ചിരുന്നത്. അതിൽ അനങ്കപാലയുടെ കാലഘട്ടം 1130-1145 കാലഘട്ടമാണ്. അടുത്തത് ചൗഹാൻസ്. പൃഥ്വിരാജ് ചൗഹാനാണ് അതിൽ പ്രധാനപ്പെട്ട ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1175-1192 ആണ്. ചൗഹാൻസിൻ്റെ യഥാർത്ഥ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1165 മുതൽ 1192 വരെയുള്ള കാലഘട്ടമാണ്. അതിലെ പ്രധാന ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. അടുത്തത് ഏർലി ടർക്കിഷ് റൂളേഴ്സ്. ആദ്യകാല തുർക്കി ഭരണാധികാരികളുടെ കാലഘട്ടം 1206-1290 കാലഘട്ടമാണ്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഖുതുബുദ്ദീൻ ഐബക്ക്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1206-1210 ആണ്. പിന്നുള്ളത് ഷംസുദ്ദീൻ ഇൽതുമിഷ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1210-1236 ആണ്. മിറസിയ സുൽത്താന, അവരുടെ ഭരണകാലഘട്ടം 1236-1240 ആണ്. പിന്നുള്ളത് ഖിയാസുദ്ദീൻ ബാൽബൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1266-1287 ആണ്. ഇനി അടുത്ത ഡൈനാസ്റ്റി നോക്കുകയാണെങ്കിൽ ഖാൽജി ഡൈനാസ്റ്റിയുടെ കാലഘട്ടം 1290-1320 ആണ്. അതിൽ ജലാലുദ്ദീൻ ഖാൽജിയുടെ ഭരണകാലഘട്ടം 1290-1296 ആണ്. അലാവുദ്ദീൻ ഖാൽജിയുടെ ഭരണകാലഘട്ടം 1296-1316 ആണ്. അടുത്തത് തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് ഡൈനാസ്റ്റിയുടെ മൊത്തത്തിൽ ഭരണകാലഘട്ടം 1320-1414 ആണ്. അതിൽ ഖിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടം 1320-1324. മുഹമ്മദ് തുഗ്ലക്കിൻ്റെ കാലഘട്ടം 1324-1351. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടം 1351-1388 ആണ്. ഇനി സയ്യിദ് ഡൈനാസ്റ്റി നോക്കുകയാണെങ്കിൽ 1414 മുതൽ 1451 വരെയാണ് സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഭരണകാലഘട്ടം. അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു കിസിർ ഖാൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് 1414-1421. മറ്റത് ലോധി ഡൈനാസ്റ്റിയാണ് അടുത്തത്. 1451 മുതൽ 1526 വരെയാണ് ലോധി ഡൈനാസ്റ്റിയുടെ ഭരണകാലഘട്ടം. അതിൽ പ്രധാനപ്പെട്ട റൂളറായിരുന്നു ബഹലുൽ ലോധി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1451-1489. ഡൽഹി സുൽത്താൻമാർ ഇന്ന് നമ്മൾ കാണുന്ന ഡൽഹി എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിരവധി നഗരങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ചിലതാണ് ഡൽഹി ഖുന, സിരി, ജഹാൻപന തുടങ്ങിയവ. ഇനിയും ഡൽഹി സുൽത്താൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഡൽഹിയിൽ ഭരണം നടത്തിയിരുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഡൽഹി സുൽത്താൻമാരുടെ ഭരണഭാഷ പേർഷ്യനായിരുന്നു. ചരിത്രം എന്ന വാക്കിന് തരീഖ്
എന്നാണ് പറയുന്നത്. ചരിത്രങ്ങൾക്ക് തവാരിഖ് എന്നുമാണ് പേർഷ്യൻ ഭാഷയിൽ പറയുന്നത്. തവാരിഖിന്റെ രചയിതാക്കൾ പണ്ഡിതന്മാരായിരുന്നു. സെക്രട്ടറിമാർ, ഭരണാധികാരികൾ, കവികൾ, കൊട്ടാരം ഉദ്യോഗസ്ഥർ തുടങ്ങിയവരായിരുന്നു ഇവർക്ക് ഭരണാധികാരികളെ ഭരണത്തിൽ ഉപദേശിക്കുകയും ന്യായമായ ഭരണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തിരുന്നവരായിരുന്നു ഈ പണ്ഡിതന്മാർ. തവാരിഖിന്റെ രചയിതാക്കൾ നഗരങ്ങളിൽ, ഡൽഹിയിലാണ് താമസിച്ചിരുന്നത്, ഗ്രാമങ്ങളിൽ അല്ലായിരുന്നു. വലിയ പാരിതോഷികങ്ങൾ പ്രതീക്ഷിച്ചാണ് സുൽത്താന്റെ ചരിത്രങ്ങൾ അവർ എഴുതിയിരുന്നത്. ഒരു ഐഡിയൽ സോഷ്യൽ ഓർഡറായി ജന്മാവകാശങ്ങളും ലിംഗവ്യത്യാസങ്ങളും സംരക്ഷിക്കണമെന്ന് ഈ രചയിതാക്കൾ ഭരണാധികാരികളെ ഉപദേശിച്ചു. എന്നാൽ ഇവരുടെ ആശയങ്ങൾ എല്ലാവരും അംഗീകരിച്ചില്ല. ജന്മാവകാശം എന്നത് ഇവിടെ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ നേടിയെടുക്കുന്ന അവകാശമാണ്. അതായത് പ്രഭുക്കന്മാർക്ക് പാരമ്പര്യമായി ഭരിക്കാനുള്ള അവകാശം ലഭിച്ചിട്ടുണ്ട് എന്നും അതിനാലാണ് അവർ അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ പിറക്കുന്നതെന്നുമുള്ള ന്യായമാണ് ജന്മാവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിംഗവ്യത്യാസം എന്നുള്ളത് സാമൂഹികമായും ജീവശാസ്ത്രപരമായും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. അതായത് പുരുഷന്മാർ എല്ലായ്പ്പോഴും സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠരാണ് എന്നുള്ളതാണ് ഈ ലിംഗവ്യത്യാസം എന്നുള്ളതിലുള്ള ന്യായമായി പറയുന്നത്. 1236 സുൽത്താൻ ഇൽത്തുമിഷിന്റെ മകൾ റസിയ സുൽത്താനായി കിരീടധാരണം ഏറ്റു. അക്കാലത്തെ ചരിത്രകാരനായ മിൻഹാജ് ഐ സിറാജ് റസിയ സുൽത്താന അവരുടെ സഹോദരന്മാരെക്കാളും കഴിവുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ഒരു ഭരണാധികാരിയായി അവരെ അംഗീകരിക്കാൻ അയാളും പ്രഭുക്കന്മാരും തയ്യാറായില്ല. 1240 റസിയ സുൽത്താന അധികാരത്തിൽ നിന്നും മാറ്റപ്പെട്ടു. മിൻഹാജ് ഐ സിറാജിന്റെ അഭിപ്രായത്തിൽ രാജ്ഞിയുടെ കീഴിലുള്ള ഭരണം ദൈവത്തിന്റെ ആജ്ഞയ്ക്ക് എതിരാണ് എന്നാണ്. റസിയ സുൽത്താനയുടെ ഇൻസ്ക്രിപ്ഷനിൽ സുൽത്താൻ ഇൽത്തുമിഷിന്റെ പുത്രിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി മറ്റൊരു ഇൻസ്ക്രിപ്ഷനിൽ, അതായത് 1262 1289 കാലഘട്ടത്തിൽ ഇന്നത്തെ ആന്ധ്രാപ്രദേശിലുള്ള വാറങ്കൽ ഭരിച്ചിരുന്ന കാകാതിയ ഡൈനാസ്റ്റിയിലെ രാജ്ഞി രുദ്രമാദേവിയുടേതിൽ തൻ്റെ പേര് മാറ്റി പുരുഷനായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു രാജ്ഞിയായിരുന്ന ദിദ്ദ കാശ്മീര് 980 മുതൽ 1003 കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ആളായിരുന്നു. ദീദി മൂത്ത സഹോദരി എന്ന പേരിൽ നിന്നും ജനങ്ങൾ അവർക്ക് നൽകിയതാണ് ദിദ്ദ എന്നുള്ള പേര്. ഇനി ഖാൽജി ഡൈനാസ്റ്റിയുടെയും അല്ലെങ്കിൽ ഖാൽജിയുടെയും തുഗ്ലക്സിന്റെയും കാലഘട്ടത്തിലെ ഡൽഹി ഭരണം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. അത്രയും വിശാലമായ ഒരു രാജ്യത്തിന്റെ ഏകീകരണത്തിന് വിശ്വസ്തരായ ഗവർണർമാരെ ഡൽഹി സുൽത്താനത്തിന് ആവശ്യമുണ്ടായിരുന്നു. പ്രഭുക്കന്മാരെ നിയമിക്കാതെ തങ്ങൾ സൈനിക സേവനത്തിനായി വാങ്ങിയ ബന്ധകൻ എന്ന അടിമകളെയാണ് അവർ ഗവർണർമാരായി നിയമിച്ചത്. ഖാൽജികളും തുഗ്ലക്കന്മാരും രാഷ്ട്രീയ സ്ഥാനങ്ങളിലേക്ക് ബന്ധകന്മാരെയാണ് നിയമിച്ചിരുന്നത്. ഇത് ഒരു രീതിയിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമായി. അടിമകളും സേവകരും രാജാവിനോട് വിശ്വസ്തരായിരുന്നു എങ്കിലും അവരുടെ പിൻഗാമികളോട് അങ്ങനെയായിരുന്നില്ല. അതിനാൽ പുതിയ രാജാവ് അധികാരമേൽക്കുമ്പോൾ പഴയതും പുതിയതുമായ ഉദ്യോഗസ്ഥർ തമ്മിൽ സംഘർഷം പതിവായിരുന്നു. താഴ്ന്ന ജനങ്ങളെ ഉയർന്ന പദവികളിൽ നിയമിച്ചതിനെ പേർഷ്യൻ തവാരിഖ് വിമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. തുഗ്ലക്ക് പരിഷ്കരണം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരായി നിയമിച്ചിട്ടുള്ളത് ഒരു മദ്യവ്യാപാരിയായിരുന്ന അസീസ് ഖുമാറിനെയും അതേപോലെ ഫിറോസ് ഹജ്ജാം എന്നൊരു ബാർബറിനെയും മൻഗാതബാഖ് എന്നൊരു പാചകക്കാരനെയും അതുപോലെ 2 പൂന്തോട്ട സൂക്ഷിപ്പുകാരെയും ലദ്ധ പിറ എന്നുള്ളതായിരുന്നു അവരുടെ പേരുകൾ. ഇവരെ ഭരണത്തിൻ്റെ വലിയ വലിയ പോസ്റ്റുകളിലേക്കാണ് അദ്ദേഹം നിയമിച്ചത്. ഇത്തരത്തിലുള്ള അപ്പോയിൻമെൻറ്റുകളും മറ്റും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഭരണത്തിൽ വരുത്തിയിരുന്നു. മുൻകാല സുൽത്താൻമാരെ പോലെ ഖാൽജികളും തുഗ്ലക്കും സൈനിക മേധാവികളെ ഗവർണർമാരായി നിയമിച്ചു. ഈ പ്രദേശങ്ങൾ ഇക്ത എന്നും അവയുടെ ഉടമയെ ഇക്താധാർ അഥവാ മുക്തി എന്നും വിളിക്കുന്നു. മിലിറ്ററി ക്യാമ്പയിൻസിന് നേതൃത്വം നൽകുകയും അവരുടെ ഇക്തകളിൽ ക്രമസമാധാനം നിലനിർത്തുകയും ചെയ്യുക എന്നതായിരുന്നു മുക്തികളുടെ കടമ. ചെയ്യുന്ന ജോലികൾക്കനുസരിച്ചായിരുന്നു മുക്തികൾക്ക് ശമ്പളം ലഭിച്ചിരുന്നത്.
ഈ വരുമാനത്തിൽ നിന്നാണ് അവർ തങ്ങളുടെ സൈനികർക്കും പണം നൽകിയത്. മുക്തികൾ ശേഖരിക്കുന്ന തുകയുടെ കണക്ക് പരിശോധിക്കാൻ അലാവുദ്ദീൻ ഖാൽജി, മുഹമ്മദ് തുഗ്ലക് സുൽത്താൻമാർ അവരുടെ കീഴിൽ അക്കൗണ്ടന്റുമാരെ നിയമിച്ചിരുന്നു. ഡൽഹി സുൽത്താൻമാർ നഗരങ്ങളുടെ ഉൾപ്രദേശങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയപ്പോൾ സാമന്തന്മാരും സമ്പന്നരായ ഭൂവുടമകളും സുൽത്താൻമാരുടെ അധികാരം അംഗീകരിക്കാൻ നിർബന്ധിതരായി. ചെങ്കിസ് ഖാന്റെ കീഴിലുള്ള മംഗോളിയന്മാരുടെ ആക്രമണം ഖാൽജീസിനെയും തുഗ്ലക്കിനെയും ഡൽഹിയിൽ ഒരു വലിയ സൈന്യത്തെ അണിനിരത്താൻ നിർബന്ധിതരാക്കി. 15-16 നൂറ്റാണ്ടിലെ ഡൽഹി സുൽത്താനേറ്റ് എങ്ങനെയായിരുന്നു നോക്കിയാൽ, തുഗ്ലക്, സയ്യിദ്, ലോധി രാജവംശങ്ങൾ 1526 വരെ ഡൽഹിയിലും ആഗ്രയിലും ഭരണം നടത്തി. അപ്പോഴേക്കും ജൗൻപൂർ, ബംഗാൾ, മാൾവ, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ ദക്ഷിണേന്ത്യ മുഴുവനും അഭിവൃദ്ധി പ്രാപിച്ച സംസ്ഥാനങ്ങളും സമൃദ്ധമായ തലസ്ഥാനങ്ങളും നിരവധി സ്വതന്ത്ര ഭരണാധികാരികൾ സ്ഥാപിച്ചു. അഫ്ഗാനികളും രജപുത്രരും പോലെയുള്ള പുതിയ ഭരണ രാജവംശങ്ങളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നവയാണ്. 1526 മുഗളന്മാർ തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചു. എങ്കിലും കുറച്ചു കാലത്തേക്ക് സൂരി രാജവംശം 1540 മുതൽ 1555 കാലഘട്ടത്തിൽ ഡൽഹിയിൽ ഭരിച്ചു. ഈ ഭരണ സംവിധാനം മുഗൾ ചക്രവർത്തിയായ അക്ബറിന് പിന്നീട് മാതൃകയായി.